പ്രിയപ്പെട്ട നിസാമുദ്ദീൻ അസ്സരി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ഇടയ്ക്കാണ് എനിക്കിവിടെ വരേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇവിടെ തുടരും. അദ്ദേഹവുമായി എനിക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടാണ് ബന്ധം. ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ പലപ്പോഴും കോട്ടയത്ത് താഴത്തങ്ങാടി പ്രദേശത്ത് ഇതുപോലെയുള്ള പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായും ഞാൻ SKSF-ൻ്റെ ആ അമരത്തുള്ള കാലമായിരുന്നു. അവിടെ സംസ്ഥയുടെ തന്നെ മൊബൈലുകളായിട്ട് നമ്മുടെ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ മൊബൈലുകായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഷെരീഫ് ദാരിമിയോട് ഒരുമിച്ചാണ് നമ്മൾ അന്ന് പരിപാടികൾക്കൊക്കെ അവിടെ പോകാറുള്ളത്. ഷെരീഫ് ദാരിമിയുടെ ഉസ്താദാണ് താഴത്തങ്ങാടിയിലെ അദ്ദേഹത്തിൻ്റെ പിതാവ് സാലിഹ് മുസ്ലിയാർ. അവർ സൂഫിവര്യനായ ഒരു പണ്ഡിതനാണ് ആയിരുന്നു അദ്ദേഹം. അവരുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുമുണ്ട്. അതിവിടെ അനുസ്മരിച്ചെന്ന് മാത്രം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ആ പിതാവിനോടുള്ള ഓർമ്മകൾ. അദ്ദേഹം സംസ്ഥയുടെ ഉന്നത നേതാവായിരുന്നു. അവിടെ ദക്ഷിണ കേരള സംസ്ഥയുടെ പരിപാടികൾക്കും അതുപോലെ തന്നെ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ പരിപാടികൾക്കുമൊക്കെ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. വലിയ വായതുമായിരുന്നു. ആ നിലക്കെല്ലാം ഉള്ള അദ്ദേഹം നമ്മോടൊപ്പമില്ല. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിസാമുദ്ദീൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ സൂഫി പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ വർത്തമാനകാല കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കാനിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയമൊന്നും കവർന്നെടുക്കുന്നില്ല. അലിൽ കൂഫി അവറുകൾ ഈ പരിസരത്തിൽ പതിറ്റാണ്ടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവിലൂടെ തൻ്റെ ആത്മീയ സിദ്ധി കൊണ്ട് പരിശുദ്ധ ദീനിനെ വളർത്തുന്നതിനും ദീനിൻ്റെ സന്ദേശത്തെ തൻ്റെ ജീവിതത്തിലൂടെ പകർത്തി കാണിച്ച് തരുന്നതിലും ആ ജീവിതത്തിൻ്റെ ചരിത്രം നമുക്ക് പലതും ഓർമ്മപ്പെടുത്തി തരികയാണ്. സൂഫികളും ഔലിയാക്കളും ആരിഫീങ്ങളും ശ്രേഷ്ഠ പണ്ഡിതന്മാരുമെല്ലാം അവരുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തിയത് പ്രബോധനങ്ങൾക്ക് തന്നെയായിരുന്നു. പ്രവാചക പരമ്പര അത് ആലിമീങ്ങളാണല്ലോ. പ്രവാചക പരമ്പരയുടെ അനന്തരാവകാശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഉലമാക്കൾ, അതുപോലെ തന്നെ സൂഫിയാക്കളും ആരിഫീങ്ങളും അവരെല്ലാം ആ ഒരു പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്. സൂഫി പാരമ്പര്യം എന്നുള്ളത് ജീവിതത്തിലെ എല്ലാറ്റിനേക്കാളും അവർ പരിശുദ്ധ സൃഷ്ടാവ് രാജാധിരാജനായ തമ്പുരാൻ, ആ സൃഷ്ടാവിനോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. സൃഷ്ടാവിനോടുള്ള അചഞ്ചലമായിട്ടുള്ള സ്നേഹവും കടപ്പാടുമാണ്. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ മാത്രം അവര് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ ആ മാർഗത്തെ ധന്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ പ്രത്യേകത എന്നുള്ളത് അള്ളാഹുമായി നമ്മൾ എത്രമാത്രം അങ്ങോട്ടേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ, അതായത് നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു നമ്മളിലേക്ക് ഓടിയെടുക്കുന്നു എന്നുള്ളതാണ്. സൂഫികളും ഔലിയാക്കളൊക്കെ നടന്നെടുക്കാൻ ശ്രമിക്കും, പക്ഷെ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കും. അത്രയ്ക്കേറെ അള്ളാഹു അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്.
അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ ആ സിഫാത്തുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവർക്കും ചില കഴിവുകളൊക്കെ കൊടുക്കുന്നു. അള്ളാഹു ഗൈബായ കാര്യങ്ങൾ അറിയുന്നവനാണ്. അള്ളാഹു ഷിഫയാക്കുന്നവനാണ്. എന്നതുപോലെ തന്നെ അള്ളാഹു എല്ലാവരിലും മസ്ലഹത്ത് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ഇത്യാദി ഗുണങ്ങൾ അവനവൻ്റെ ആരഫീങ്ങളും സൂഫിയാക്കളും ഔലിയാക്കളും ഒക്കെ ആയിട്ടുള്ള അടിമകളിലേക്കും അത് കുറച്ചൊക്കെ പകർന്നു കൊടുക്കുന്നു. അവരും അവരുടെ മുൻപിലെത്തുന്ന ആളുകൾക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ അവർ പകർന്നു കൊടുക്കുന്നു. ഗൈബായ കാര്യങ്ങൾ അള്ളാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. അത് അവരുടെ മുമ്പിലെത്തുന്നവരുടെ മുമ്പിൽ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കും. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ കൊട്ടിഘോഷിക്കുകയല്ല, നിശബ്ദമായി ഏറെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അത് പകർന്നു കൊടുക്കും. മാരകമായ രോഗങ്ങളുമായി അവരെ സമീപിക്കുന്നവരുണ്ടാകും. മരുന്നും മന്ത്രവും എന്നതുപോലെ തന്നെ ആശുപത്രികളും ആശുപത്രി വാസവും ഇതുകൊണ്ടൊന്നും ഭേദപ്പെടാത്ത ചില രോഗികൾ സൂഫിയാക്കളുടെ മുമ്പിലെത്തുന്നു. അവർക്കങ്ങനെ യോഗ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അക്കാദമിക് യോഗ്യതയൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ ആ സൂഫികൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന മരുന്നുകളുണ്ടാവും. രോഗം അല്ലാഹു ഉണ്ടാക്കുന്നവനാണ്. രോഗത്തിന് ശിഫ നൽകുന്നവരും അല്ലാഹുവാണ്. ശിഫയില്ലാതെ ഒരു ദിമാവുമില്ല എന്നുള്ളതും അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ മരുന്നുകൾ അത് സൂഫിയാക്കൾക്കും വലിയാക്കൾക്കും ഒക്കെ അത് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹുവിന് പ്രയാസമില്ലല്ലോ. അവരാ മരുന്ന് അല്ലെങ്കിൽ ആ രോഗ ശമനത്തിനാവശ്യമായിട്ടുള്ള ക്രിയകൾ അവരുപദേശിച്ചു കൊടുക്കുന്നു. അതിലൂടെ ശിഫ നൽകാൻ അവർക്ക് കഴിയുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അവർക്ക് ലഭിക്കുന്നത് അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലൂടെയാണ്. ഈ ബന്ധങ്ങളൊക്കെ തന്നെ വിശുദ്ധ ദീനിൻ്റെ സന്ദേശത്തെ സമൂഹത്തിൽ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ലക്ഷക്കണക്കായ ആളുകളെ വിശുദ്ധ ദീനിൻ്റെ സഞ്ചാരപഥത്തിലേക്ക് കൊണ്ടുവന്നവരാണ്. അവരാകട്ടെ അത്ര വലിയ പ്രബോധനത്തിൻ്റെ ശൈലി സ്വീകരിച്ചവരുമായിരുന്നില്ല. പ്രസംഗിച്ചിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ. പക്ഷേ ഖാജയുടെ സാന്നിധ്യം തന്നെ വിശുദ്ധ ദീനിന്റെ പ്രബോധനമായിട്ടാണ് ഇന്ത്യയിൽ ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സുൽത്താനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സുൽത്താനുൽ ഹിന്ദ് എന്ന് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അറിയപ്പെടുകയാണ്. ഇവിടെ ഒരുപാട് സുൽത്താൻമാരും നവാബുമാരും പട്ടോടിമാരും ഒക്കെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വലിയ രാജാക്കന്മാരായിരുന്നു, അധികാരങ്ങളും പദവികളും ഒക്കെ ഉള്ളവരായിരുന്നു. പക്ഷെ അവരാരും ഇന്ത്യയുടെ സുൽത്താൻ എന്ന് അറിയപ്പെട്ടിട്ടില്ല. സുൽത്താനുൽ ഹിന്ദ് എന്നറിയപ്പെട്ടത് ഒരു രാജപദവിയോ അധികാരത്തിൻ്റെ മുദ്രകളോ ഒന്നും ഇല്ലാതിരുന്ന അജ്മീറിലെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അവറുകളാണ്. ഇന്ത്യ ഗവൺമെന്റ് പ്രോട്ടോകോൾ നൽകിയത് ആദരിച്ചിരിക്കുന്നു. ഖാജ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച്
രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആളാണ്. ഇന്ത്യയിലെ ഒരു വിശിഷ്ട VIP ആണ്, വിശിഷ്ട വ്യക്തിത്വമാണ്. ഇന്ത്യ സന്ദർശിക്കേണ്ടവരുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ സന്ദർശിക്കപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ അജ്മീറിലെ ഖാജയുടെ ദർഗയുണ്ട് എന്നുള്ളതാണ്. അവിടെ ആര് സന്ദർശിക്കാൻ താല്പര്യപ്പെട്ടാലും, പ്രത്യേകിച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് വരുമ്പോൾ അവരെ അജ്മീറിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇതൊരു അധികാരത്തിൻ്റെ പദവി ഉണ്ടായിട്ട് കിട്ടിയതല്ല, ഗവർണറായിട്ട് കിട്ടിയതല്ല, പ്രധാനമന്ത്രിയായിട്ട് കിട്ടിയതല്ല. മറിച്ച് സൃഷ്ടാവുമായുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിലൂടെ നേടിയ സൂഫി പാരമ്പര്യത്തിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ മാത്രമാണ്. ഏതെങ്കിലും ലോക നേതാക്കൾ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ എത്രയോ പേര് വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റുമാർ വന്നിട്ടുണ്ട്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട്, മറ്റൊട്ടനേകം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, എന്നതുപോലെ തന്നെ ബിസിനസ്മാൻമാർ, അവരൊക്കെ തന്നെ പലപ്പോഴും അജ്മീറിലും സന്ദർശിക്കാറുണ്ട്. ഗവൺമെൻറ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും മുമ്പൊരിക്കൽ പാകിസ്ഥാൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കാൻ വന്നതല്ല, ഇന്ത്യയിൽ ചർച്ചയ്ക്ക് വന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചില വിരസലുണ്ടായപ്പോൾ പർവേസ് മുഷറഫ് അദ്ദേഹം ഡൽഹിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ, ഡോക്ടർ മൻമോഹൻ സിംഗുമായി ചർച്ച ചെയ്യാൻ വന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടു? രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള ചർച്ച പരാജയപ്പെടുമ്പോൾ പെട്ടെന്ന് അവർ പോകും, ഇവിടെ നിൽക്കൂല. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി. പക്ഷെ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇന്ത്യയെ കുറ്റപ്പെടുത്തി. പർവേസ് മുഷറഫിനെ അജ്മീറിലേക്ക് കൊണ്ടുപോയില്ല എന്ന്. ഇന്ത്യ ഗവൺമെൻറ് വളരെ മനോഹരമായ രീതിയിൽ അതിന് മറുപടി കൊടുത്തു. ഖാജ ഇഷ്ടപ്പെടുന്നവരെ അജ്മീറിൽ എത്തുകയുള്ളൂ എന്ന്. നയതന്ത്ര ഭാഷയാണ്. പാകിസ്ഥാൻ ഇന്ത്യ ഗവൺമെൻറ് നയതന്ത്ര ഭാഷയിൽ മറുപടി കൊടുത്തു. ഖാജ ഇഷ്ടപ്പെടുന്നവരെ അജ്മീറിലെത്തുകയുള്ളൂ എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം പർവേസ് മുഷറഫിനെ ഖാജയ്ക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തിയില്ല. അവർ ഗവൺമെൻറ്റിൻ്റെ തന്നെ നയതന്ത്ര ഭാഷ്യത്തിൻ്റെ ഭാഗമാകുവാൻ മഹാനായ ഖാജാ മൊയ്തീൻസിയെ പോലെയുള്ള മഹാത്മാക്കൾക്ക് സാധിച്ചുവെങ്കിൽ അത് അവരിലൊക്കെ ദൃഷ്ടാന്തമായി തലമുറകൾക്ക് പഠിക്കുവാനുള്ള പാഠങ്ങളാണ്. അത്തരം പാരമ്പര്യങ്ങൾ തന്നെയാണ് അലിൽ കുഫിയൊക്കെ പോലെയുള്ള ശ്രേഷ്ഠ സൂഫികൾ നമുക്ക് കാഴ്ചവെക്കുന്നത്. അവർ കാണിച്ചു തന്ന മാതൃക പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തെ പുതിയ കാലഘട്ടത്തിലേക്ക് പ്രസരിപ്പിച്ചു കൊടുക്കുവാൻ അതിലൂടെ നമുക്ക് സാധ്യമാവുകയും. അള്ളാഹു ആ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടത്ര ശ്രദ്ധയോടെ ജീവിക്കുവാനുള്ള ആ തൗഫീക്കിനെ നൽകുമാറാകട്ടെ എന്ന് ദ്വാരന്നുകൊണ്ട് മഹാനവറുകളോടൊപ്പം വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന മഹത്തായ ജനത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്ന് രണ്ട് ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ നടക്കേണ്ടതുണ്ട്. മുസ്ലിം കൈരളിയുടെ അവബന്ധ നായകൻ സയ്യിദുൽ ഉമ്മ പാണക്കാട് സയ്യിദ് സാദിഖ് ശിഹാബ് തങ്ങൾക്ക് മഹല്ല് ജമാഅത്തിന്റെ ഉപഹാര സമർപ്പണം.
നൽകാൻ വേണ്ടി മഹല്ല് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെയും സ്വീകരിക്കാൻ വേണ്ടി വളരെ ആദരപൂർവ്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി വേദിയിൽ സപ്ലിമെന്ററി പ്രകാശനമാണ്. അതിനുവേണ്ടി ദുബൈ ചാപ്റ്റർ OP മുഹമ്മദും മറ്റു ഭാരവാഹികളും, ഖത്തർ ചാപ്റ്റർ കുഞ്ഞാറ്റ തങ്ങളും മറ്റു കമ്മിറ്റി ഭാരവാഹികളും, സപ്ലിമെന്റ് അംഗം അഷ്മറും മറ്റു ഭാരവാഹികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സപ്ലിമെന്റ് പ്രകാശനം അതിനുവേണ്ടി ബഹുമാനപൂർവ്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അടുത്തതായി കോടത്തിൽ കുഞ്ഞബ്ദുള്ള എഴുതി കിതാബ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി മുൻ മഹല്ല് പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട കുറുവാളി മമോഹാജിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൂടത്തിൽ കുഞ്ഞബ്ദുള്ള സാഹിബ് എഴുതിയ യാ അയ്യുഹന്നാസ് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം മറ്റൊരു പ്രധാന ചടങ്ങ് കൂടി വേദിയിൽ വെച്ച് നടക്കുന്നു. ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികൾക്കാണ് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്ലാൻ ചെയ്യുകയും നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹകരണത്തോടെ അത് വിജയപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇന്ന് ഇവിടെ കൂടിയ ഖത്തർ ചാപ്റ്ററിന്റെ പ്രതിനിധികൾ ഒരു വാഗ്ദത്തം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ പാർക്കിംഗ് ഏരിയ ഇപ്പൊ നമ്മൾ ഓരോ വർഷം ഉറൂസിന് വേണ്ടി പന്തലിടുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം ഷീറ്റ് വിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഖത്തർ ചാപ്റ്റർ. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഇതിനുവേണ്ടി 1 ലക്ഷം രൂപ ആദ്യ ഗഡു എന്ന രീതിയിൽ സംഭാവന നൽകി റൌഫ് തങ്ങൾ ബഹുമാന്യനായ പാണക്കാർക്ക് തങ്ങൾക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നൽകുന്നതിന് വേണ്ടി റൌഫ് തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെയും ക്ഷണിക്കും. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ കുമ്മനം നിസാമി നസ്സരി ഉസ്താദിന്റെ പ്രഭാഷണം തുടരുകയാണ്. ഉസ്താദിനെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ ഈ ഉറൂസ് മുബാറക്കിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ദുബൈ KMCC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KB ചായയുടെ ഓണർ ബഹുമാന്യനായ മുഹമ്മദ് K ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ധാരാളം കാലം നമുക്ക് ആത്മീയ നേതൃത്വം നൽകുവാനുള്ള ആഫിയത്ത് അല്ലാഹു നസീബാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് സൗദി ഗവൺമെൻറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പവിത്രമായ ഹജ്ജ് കർമ്മത്തിന് തൗഫീഖ് ലഭിക്കുകയും ആ പവിത്രമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും ചെയ്ത് അൽഹംദുലില്ലാഹ് അതിനുശേഷമുള്ള തങ്ങളവറുകളുടെ വളരെ ശ്രേഷ്ഠമായ പെരിങ്ങത്തൂര് ഭാഗത്തുള്ള വലിയൊരു മജ്‌ലിസായാണ് നമ്മുടെ ഈ മജ്‌ലിസ്. അല്ലാഹു കബൂൽ ചെയ്ത് സ്വീകരിക്കട്ടെ. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ മുന്നിൽ വരികയും നമുക്ക് വേണ്ടി ആശീർവാദം നൽകുകയും ഒരല്പസമയം നമുക്ക് വേണ്ടി ഭാഷണം നടത്തുകയും ചെയ്തത് എന്തുകൊണ്ടും ഈ സദസ്സിനെ ധന്യമാകുകയാണ്. അള്ളാഹുരുടെ പ്രാർത്ഥന പരിപൂർണമായി സ്വീകരിക്കട്ടെ. തങ്ങൾ അവറുകൾ നിർവഹിച്ചിട്ടുള്ളതാകുന്ന ഹജ്ജും ഉംറയുമെല്ലാം ഈ വർഷം നമ്മുടെ നാട്ടിൽ നിന്നും പരിസരത്തു നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പവിത്രമായ ഹജ്ജ് ചെയ്തിട്ടുള്ള എല്ലാ ഹാജിമാരുടെയും ഹജ്ജമ്മമാരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയും മഖ്ബൂലും മബ്റൂറുമായി അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അവരുടെ വിലപ്പെട്ട കനപ്പെട്ട പ്രാർത്ഥനകളിൽ അൽഹംദുലില്ലാഹ് പാപികളും ദോഷികളുമായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിൽ മറയ്ക്കപ്പുറത്ത് വന്നു നിന്ന് തങ്ങളവറുകളെ ഒരു നോക്ക് കാണുവാനും അവിടുത്തെ ദുആകൾ കൊണ്ട് ഈ സദസ്സ് ധന്യമാക്കുവാനും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പൊരുത്തവും അവരുടെ തണലും അവരോടൊപ്പം സ്വർഗത്തിൽ സാദാത്യങ്ങളോടൊപ്പം ചേരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നസീബാക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുക. എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ ഉണ്ടാകട്ടെ. സപ്ലിമെന്റ് തൽക്കാലം എല്ലാവരും ഒന്ന് വാങ്ങിച്ച് മടക്കി വെക്കുക. നമുക്ക് നാട്ടിൽ നാളെ എന്തായാലും ഫ്രീ ആണ്. പകല് ഫുള്ളിരുന്ന് കാണാതെ പഠിച്ച് നാളെ രാത്രി വന്നത് പറയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിക്കും. കുറച്ച് സമയം കൂടി നമുക്ക് സംവദിക്കാം. ഒരു അരമണിക്കൂർ കൂടി ഇരിക്കൂലേ? 11 മണിയാകുമ്പോൾ പോയല്ലോ ഇൻഷാ അല്ലാഹ്. നേരത്തെ പോയി കടക്കാം, നല്ല സുബഹി കിട്ടുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കും. ഒരു സലാത്തിലേക്ക് എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലിക്കെല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ വന്നു ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ നീ കബൂലാക്കണേ അല്ലാഹ്. അതിശക്തമായ പേമാരി പെയ്യുന്ന സമയമാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആഇന് ഇജാബത്താണ് എന്ന് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉണർത്തിയതാണല്ലോ റബ്ബേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാം ഖൈർ ബറകാത്തുകൾ ഈ സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് തേടുന്നു അല്ലാഹ്. അവിടുന്ന് കാവല് തേടിയിട്ടുള്ള മുഴുവൻ ശുറൂർ ഫസാദുകളെ തൊട്ടും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്.
നീ പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് ചേർന്നത് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. ദുആ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മുന്നിലടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മഹാനുഭാവനായ അലിയുൽ കൂഫി റഹിമഹുല്ലാ, അവരുടെ ദറജ ഉയർത്തണേ അല്ലാ. അവരുടെ പൊരുത്തവും മദദും ഹിഫ്ളും ഹിമായത്തും ഞങ്ങൾക്കും ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ ഏറ്റി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒരു സദഖ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിൽ ഇൻഷാ അല്ലാഹ് സംഘാടകർ വരും. എല്ലാവരും നല്ലൊരു സദഖ, അല്ലാഹു സദഖകളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സഹോദരിമാരും എല്ലാവരും നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കുക. മഴ പെയ്യുന്ന സമയമാണ്, ദുആഇന് ഇജാബത്തുള്ള നേരമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ സഹോദര സഹോദരിമാരും നല്ല നിയ്യത്ത് വെച്ച് പ്രാർത്ഥനയോടുകൂടി ഇൻഷാ അല്ലാഹ് ബക്കറ്റിലേക്ക് പൈസ നിക്ഷേപിക്കാൻ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി തലയിൽ ബ്ലഡ് കോട്ടായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ സദസ്സ് നടക്കുന്ന ഈ വേളയിൽ തന്നെ അവർ സർജറിക്ക് വിധേയരായിരിക്കുകയാണ്. അള്ളാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമവും പ്രയാസവും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ലപോലെ ആമീൻ പറയും. ഇവിടെ ശ്രദ്ധിക്കുക. അള്ളാഹു സഹോദരിക്ക് പരിപൂർണമായ ഷിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമസ്ഥിതിയിൽ നിന്നും അള്ളാഹു സലാമത്തിലാക്കുമാറാവട്ടെ. പൂർണ്ണമായ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ അള്ളാഹു സർജറിയിലൂടെ തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആപൽ ഘട്ടങ്ങളെ തൊട്ട് അള്ളാഹു പരിപൂർണമായ കാവൽ നസീബാക്കട്ടെ. അപകട നില തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്കും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട അത്തരത്തിലുള്ള രോഗികളായി കഴിയുന്ന സർവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഇരിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സദസ്സിലേക്ക് വന്നിരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. പരലോകം യഥാർത്ഥ ജീവിതമാണ്. ദുനിയാവ് നിസാരമാണ്, നിന്ദ്യതയുള്ളതാണ്. ഇവിടത്തേക്ക് വേണ്ടി നാം പരിശ്രമിച്ചാൽ, അഥവാ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി നാം പരിശ്രമിച്ചു പരലോകം നമ്മൾ മറന്നുപോയാൽ, നമ്മുടെ നന്മകൾ കൊണ്ടുള്ളതാകുന്ന ജീവിതമായി ദുനിയാവിനെ നിറയ്ക്കാതെ ഈ ഭൗതിക ലോകത്ത് തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ തീർച്ചയായും പരലോകത്ത് നമ്മൾ ഖേദിക്കേണ്ടി വരും. മരണാനന്തര ജീവിതത്തിൽ വലിയ വിപത്തുകൾ നാം നേരിടേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാകാതെ നിങ്ങൾ ഒരാളും മരിക്കരുത്. മുഅ്മിനായിട്ടാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് ജനിച്ചു വീണത്, പിറന്നു വീണത്. ഇരിക്കുന്നതിൽ ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളൊക്കെ ജനിച്ചു വീണത് മുഅ്മിനായിട്ടാണ്. ഇനി ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നത് മുഅ്മിനായിട്ട് തന്നെ വേണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മുഅ്മിനായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണപ്പെടരുതേ, മരിക്കരുതേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ് ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്,
നിങ്ങൾ അല്ലാഹുവിനെ മറന്നതായ ആളുകളെ പോലെ നിങ്ങൾ ആവരുതേ. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചതായ ആളുകളുണ്ട്. ഫിർഔനിനെ പോലെ, ഹാമാനിനെ പോലെ, നമ്രൂദിനെ പോലെ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചതായ ആളുകളുണ്ട്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അല്ലാഹുവിനെ മറന്ന് ജീവിച്ചതായ അത്തരക്കാരായ നികൃഷ്ടന്മാരെ പോലെ, നിന്ദ്യരായ ആളുകളെ പോലെ നിങ്ങൾ ആകരുതേ. ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ മറന്നാൽ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ അല്ലാഹു മറപ്പിക്കുകയാണ്. തീർച്ചയായും പരലോക ജീവിതം നഷ്ടമാണ്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തീർച്ചയായും തമ്മാടികളാണ്, പാപികളാണ്, അവരാണ് ദോഷികൾ. അവർക്ക് നാളെ ആഖിറം നഷ്ടമാണ്. ലാ യസ്തവീ അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. പഠിച്ചു വെക്കണ്ട പാഠമായി അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ലാ യസ്തവീ അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികളും നരകാവകാശികളും ഒരിക്കലും സമന്മാരാവില്ല എന്ന് പറഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. സ്വർഗത്തിൽ പോകേണ്ട ആളുകളാണ് നമ്മൾ ഈ ദുനിയാവിൽ കളിച്ച് രസിച്ച് രമിക്കാനുള്ളവരല്ല, ഇവിടെ അടിച്ചു പൊളിച്ച് കഴിയാനുള്ളവരല്ല, അല്ലാഹുവിനെ മറന്ന് ജീവിക്കാനുള്ളവരല്ല. റബ്ബിനെ മറന്നുകൊണ്ട് നിസ്കാരത്തെ വൃഥാവിലാക്കി, നോമ്പുകളെ നിഷ്ഫലമാക്കി, ഇബാദത്തുകൾക്ക് താല്പര്യമില്ലാതെ പുറകോട്ട് വലിയുന്ന മനുഷ്യനായി നിങ്ങൾ പോകരുതേ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ തന്നെ അല്ലാഹു മറപ്പിക്കുമേ. തീർച്ചയായും തമ്മാടികൾ ഉൾപ്പെടുമേ. ലാ യസ്തവി അസ്ഹാബുൻ നാർ വഅസ്ഹാബുൽ ജന്ന, നരകാവകാശികളും സ്വർഗാവകാശികളും ഒരിക്കലും സമമാകില്ലെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണേ. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ്, അവരാണ് യഥാർത്ഥ വിജയികൾ. സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഏതൊരു മനുഷ്യനുണ്ടോ അവർ വിജയികളാണ്. അല്ല തന്നെ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആരെങ്കിലും കത്തിച്ചൊരിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്തവരുണ്ടോ? ഈ ദുന്യാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതം കൊണ്ട് നമസ്കാരങ്ങൾ ചിട്ടവെച്ച്, നോമ്പുകൾ നോറ്റുവീട്ടി, സക്കാത്തുകൾ കൊടുത്തു വീട്ടി, പാവപ്പെട്ടവന്റെ കണ്ണീരപ്പി നിരാലംബര കവലംബമായി ദീനിയായ ചിട്ടയിൽ ജീവിക്കുന്ന മുസ്ലിമുണ്ടോ? ഭർത്താവിന് ഖിദ്മത്തെടുക്കുന്ന ഭാര്യയുണ്ടോ? ഭാര്യയുടെ കാര്യങ്ങൾ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഭർത്താവുണ്ടോ? കുടുംബ ബന്ധങ്ങളെ ശാക്തീകരിക്കുന്ന മനുഷ്യരുണ്ടോ? അയൽപക്ക ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ വലിയ താല്പര്യത്തോടുകൂടി നിലകൊള്ളുന്നതായ വ്യക്തികളുണ്ടോ? മുസ്ലിമുണ്ടോ? വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട. ഫമൻ സുഹ്സിഹ അനിന്നാർ, നിനക്ക് നരകത്തെ തൊട്ട് ദൂരമാണ്. വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നിനക്ക് എളുപ്പമാണ്. അവനാണ് രക്ഷപ്പെട്ടവൻ. ഫഖദ് ഫാസ്, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്തവരുണ്ടോ? അവർ വിജയിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവിന്റെ പിറകെ ഓടുന്ന
വരുന്നതായ മനുഷ്യ, പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുത്ത് ജീവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദര, രാത്രിയുടെ യാമമായാലും അള്ളാഹുവിലേക്കൊന്ന് മുറിഞ്ഞ് ഇബാദത്തെടുക്കാൻ സമയത്തെ മാറ്റിവെക്കാത്തതാകുന്ന ചെറുപ്പക്കാരാ സഹോദരി, നീ അറിഞ്ഞു വെക്കുന്ന പാഠമാണ് അള്ളാഹുവിനെ നിസ്കരിക്കാതെ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാതെ ഈ ദുനിയാവിൽ നീ വെട്ടിപ്പിടിച്ചുകൊണ്ട് വരുന്നതായ വസ്തുക്കളുണ്ടോ, ഇതൊക്കെ കേവലം വഞ്ചനയുടെ ലോകമാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിൽ ഈ ഒരുമിച്ച് കൂട്ടുന്നതായ സർവ്വസമ്പാദ്യവും വഞ്ചനയുടെ കാര്യമാണ്. ഇതൊക്കെ നിന്നെ വഞ്ചിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതൊന്നും നിന്നെ രക്ഷപ്പെടുത്തൂല. ഈ ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടുന്ന സകല വസ്തുക്കളും നീ ഇവിടെ ഇട്ടേച്ചിട്ടാണ് പോവുക. മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന മാണിയൂർ ഉസ്താദ്, അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. ഈ അടുത്ത് നമ്മുടെ മുന്നിൽ നിന്ന് മരണപ്പെട്ടു പോയതാകുന്ന സൂഫി സൽസരണിയിൽ ജീവിച്ച മഹാനുഭാവനാണ്. വലിയ സാത്വികനായ പണ്ഡിതനാണ്. തികഞ്ഞ ആലിമായിരുന്നു. വിനയാന്വിതനായ പണ്ഡിതൻ. എല്ലാവരോടും പുഞ്ചിരിച്ച് ഇടപെട്ടിരുന്ന മനുഷ്യൻ. കണ്ണൂർ ജില്ലയിൽ പകരക്കാരില്ലാത്ത അമരക്കാരൻ, സമുന്നതനായ ആലിം. അദ്ദേഹത്തിന്റെ ഒരു വിരൽ ഉയർത്തിയാൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ മുസ്ലിം പ്രതിനിധികളും അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു ചേരും. ആർക്കും ഒരു എതിർപ്പില്ല. മറ്റു ജില്ലക്കാരായ മുസ്ലിമീങ്ങൾക്ക് പോലും അദ്ദേഹത്തോട് വലിയ ഇഷ്ടമാണ്. ആലിമീങ്ങൾ എല്ലാവരും ഒന്നടങ്കം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പുറത്തിയിൽ ഷെയ്ഖ് അവറുകൾ അബ്ദുൽ ഖാദിർ സാനി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ മഖാം അബ്ദുൽ ഖാദിർ സാനി, പുറത്തിൽ മഖാം. അവിടെ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവന്റെ എല്ലാ പൊരുത്തവും ഗുരുത്വവും ഒക്കെ ലഭിച്ചിട്ടുള്ള അവിടുത്തെ ഔറാദുകളും വിറുതുകളും ഒക്കെ ജീവിതത്തിൽ ക്രയവിക്രയങ്ങളിൽ കൊണ്ടുവന്ന് വളരെ സംശുദ്ധമായ ജീവിതം നയിച്ച മഹാനുഭാവൻ. അദ്ദേഹത്തിന്റെ റൂം ഞാൻ സന്ദർശിക്കുമ്പോൾ ഏകദേശം 3000 കിലോയോളം വരുന്ന വലിയ ടാങ്ക്